പ്ലാസെൻ്റൽ അബ്നോർമാലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം അത് പല ടൈപ്പ് ഉണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൊക്കേഷൻ വെയർ ദേ ആർ ഇംപ്ലാന്റിങ് ഇൻ യൂട്രസ്, അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്ലാസെൻ്റ പ്രീവിയ, പ്ലാസെൻ്റൽ അബ്രപ്ഷൻ ആൻഡ് മാസ പ്രീവിയ, ഇങ്ങനെ ഉള്ള പ്ലാസെൻ്റൽ അബ്നോർമാലിറ്റീസും ഉണ്ട്. അതുകൂടാതെ പ്ലാസെൻ്റൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞ് ടൈപ്സ് ഓഫ് പ്ലാസെൻറ്റാസ് ഉണ്ട്. എക്സാമ്പിൾ വെലമെൻറ്റസ് ഇൻസേഷൻ ഓഫ് പ്ലാസെൻ്റ, സർക്കുംവെല്ലേറ്റ് പ്ലാസെൻ്റ, സർക്കുംമാർജിനേറ്റ് പ്ലാസെൻ്റ, ബാറ്റിൽഡോർ പ്ലാസെൻ്റ, ബൈലോബ്ഡ് പ്ലാസെൻ്റ, അങ്ങനെ പ്ലാസെൻ്റൽ വേരിയേഷൻസും ഉണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് പ്ലാസെൻ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതായത് അബ്നോർമൽ പ്ലാസെൻ്റ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൊക്കേഷൻ വെയർ ദേ ആർ ഓർ ഹൗ ദേ ആർ ഇംപ്ലാന്റിങ് ഇൻ യൂട്രെയിൻ വോൾ, അതനുസരിച്ചുള്ളതും. പിന്നെ പ്ലാസെൻ്റ പ്രീവിയയാണ് മെയിനായിട്ടും കാണുന്നത്. ഫസ്റ്റ് പ്ലാസെൻ്റ ഇക്രേറ്റെ. പ്ലാസെൻ്റ ഇക്രേറ്റെ മീൻസ് അബ്നോർമലി അഡ്ഹിറൻറ്റ് പ്ലാസെൻ്റ. അതായത് അബ്നോർമലി അത് അറ്റാച്ച് ചെയ്യുക, യൂട്രൈൻ വോളിലേക്ക് അറ്റാച്ച് ചെയ്തതിനെ പറയുന്ന പേരാണ് പ്ലാസെൻ്റൽ എക്രീറ്റ. അതിൽ തന്നെ പ്ലാസെൻ്റൽ ഇൻഗ്രേറ്റ ഉണ്ട്. പ്ലാസെൻ്റൽ ഇൻഗ്രേറ്റ മീൻസ് പ്ലാസെൻ്റ പെനിട്രേറ്റ് ഇൻ ദ യൂട്രെയിൻ മസിൽ ഇറ്റ് സെൽഫ്. ഇത് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാസെൻ്റൽ ഇൻഗ്രേറ്റ മീൻസ് ദിസ് പ്ലാസെൻ്റ ഈസ് ജസ്റ്റ് ഇൻസേർട്ടഡ് ഓർ പെനിട്രേറ്റഡ് ഇൻ ടു ദ യൂട്രെയിൻ മസിൽസ്, മയോമെട്രിയം ഓഫ് യൂട്രസ്. യൂഷ്വലി പ്ലാസെൻ്റ ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡോമെട്രിയം ലൈനിങ് ഉള്ളി. കാരണം വൺസ് ബേബി ബോൺ ആയിക്കഴിഞ്ഞാൽ പ്ലാസെൻ്റ ഓൾസോ ഹാസ് ടു ഷെഡ് ഔട്ട് ഫ്രം ദ യൂട്രസ്. എൻഡോമെട്രിയം വോൾ ആണെങ്കിൽ ജസ്റ്റ് പ്ലാസെൻ്റ ക്യാൻ ഈസിലി shed out from the endometrium. That's why placenta is just attached to the endometrium of uterus. But in case of placental increta, placenta is penetrate into the myometrium itself. മയോമെട്രിയത്തിലേക്കും കൂടി ഇത് പെനിട്രേറ്റ് ആയതുകൊണ്ട് ആഫ്റ്റർ ബർത്തിന് ശേഷം, ബേബി ബോൺ ആയതിനു ശേഷം ഈ പ്ലാസെൻ്റയ്ക്ക് ഈസി ആയിട്ട് ഡിറ്റാച്ച് ആയി പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന അബ്നോർമാലിറ്റി. അനദർ തിങ്, പ്ലാസെൻ്റ പെർക്രേറ്റ. പ്ലാസെൻ്റ പെർക്രേറ്റ മീൻസ് പ്ലാസെൻ്റ ഗോസ് all the way through the uterus. That means endometrium, myometrium, perimetrium, ഇങ്ങനെ എല്ലാ ലെയറിനെയും, ഇതാണ് പെർക്രേറ്റ, എല്ലാ ലെയറിനെയും ക്രോസ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് പ്ലാസെൻ്റൽ പെർക്രേറ്റ എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പ് പ്ലാസെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഇത് അബ്നോർമൽ പ്ലാസെൻ്റൽ അഡ്ഹിറൻസ് ആണ്. ഈ 3 ടൈപ്പും ഒരുപാട് മീൻസ് ഹെമറേജിലേക്ക് ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അസസ്മെൻറ്റ് hemorrhage immediately after birth. That means once baby born കഴിഞ്ഞ് അടുത്ത ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ പ്ലാസെൻ്റ ഹാസ് ടു കം ഔട്ട് വിത്ത് യൂട്രെയിൻ കൺട്രാക്ഷൻ. പക്ഷേ ഈ പ്ലാസെൻ്റൽ അബ്നോർമാലിറ്റീസ് ഉള്ള സന്ദർഭങ്ങളിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, വൺസ് ദ ബേബി ഈസ് ബോൺ, ആഫ്റ്റർ ദാറ്റ് സഡൻ ഓർ ഇമ്മീഡിയറ്റ് സിവിയർ ബ്ലീഡിംഗ് ഓർ ഹെമറേജ് വിൽ happen. That's because the placenta does not separate easily. This is the first assessment. Placenta is not coming out, need to wait for placenta for long time. അതോടൊപ്പം തന്നെ സിവിയർ ബ്ലീഡിങ്ങും ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിനെയാണ് ഇതാണ് ഇതിൻ്റെ അസസ്മെൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇൻ്റർവെൻഷനാണ്. വാട്ട് വി ഹാവ് ടു ഡു, മോണിറ്റർ ഫോർ ഹെമറേജ് ആൻഡ് ഷോക്ക്. ഇഫ് സിവിയർ ഹെമറേജ് ദ ക്യാൻ ലീഡ് ടു ഷോക്ക്. That's why observe for shock. That means hypotension, irritability, all these things we need to observe. Then prepare the client for hysterectomy. Hysterectomy is the management because there is severe bleeding. This bleeding has to stop as soon as possible. ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് മദറിൻ്റെ ലൈഫിനെ തന്നെ ത്രെട്ടൺ ചെയ്യും. ഷോക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഹിസ്റ്റെക്ടമി ആണ്. ഇഫ് ലാർജ് പോർഷൻ ഓഫ് പ്ലാസെൻ്റ ഈസ് അബ്നോർമലി അഡ്ഹിറൻറ്റ്, then hysterectomy is the surgical choice to treat abnormal placental adherent. അടുത്തത് പ്ലാസെൻ്റ പ്രീവിയാണ്. പ്ലാസെൻ്റ പ്രീവിയ ഇസ് എ കോമൺ പ്രോബ്ലം കമ്പയർ ടു പ്ലാസെൻ്റൽ അബ്രപ്ഷൻ ആൻഡ് വാസ പ്രീവിയ. പ്ലാസെൻ്റ പ്രീവിയ ഇസ് കോമൺ. Placenta previa means improperly implanted placenta in the lower uterine segment
near or over the internal os. Means placenta has to attach to the side of the endometrium, not near to the internal os. Internal osന് അടുത്തല്ല, അല്ലാതെ സൈഡിലായിട്ടാണ് പ്ലാസൻ്റ മീൻസ് യൂഷ്വലി അഡ്ഹിയർ ചെയ്യുന്നത്. ബട്ട് ഇൻ പ്ലാസൻ്റ പ്രീവിയസ് ഇംപ്രോപ്പർലി ഇംപ്ലാന്റഡ് ആണ്. ഇത് നിയർ ഓർ ഓവർ ദ ഇൻറ്റേർണൽ ഓസ്. ബിക്കോസ് ഈ പ്ലാസൻ്റ ഈസ് ഓവർ ദ ഇൻറ്റേർണൽ ഓസ് ആണെങ്കിൽ വൺസ് ദ കംപ്ലീറ്റ് എഫേസ്മെൻറ്റ് ഈസ് ഹാപ്പൻ, once the complete dilation is happened, the baby cannot pass through the placenta because this placenta is blocking the passage. As well as this placenta is detached and there will be severe bleeding also will happen. This is the issue. There are types of placenta previa. First, complete placenta previa. Complete placenta previa means this is the internal os of cervix. Then the placenta complete is adherent to the internal os and is completely covering or overlapping the internal os. There is no management, only cesarean section before initiating the delivery itself, because during antenatal period the ultrasound study can do to identify where is the location of placenta. Even antenatally also, antenatally തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും പ്ലാസൻ്റ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ. ഈ ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റിലാണ് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിസേറിയൻ സെക്ഷൻ, വൺസ് പേഷ്യൻ്റ് ടേം ആയ സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നതായിരിക്കും സേഫ്റ്റി. നെക്സ്റ്റ്, പാർഷ്യൽ പ്ലാസൻ്റ പ്രീവിയ. Partial placenta previa means ഈ placenta is 3 cm overlapping the internal os. 3 cm overlapping the internal. That means partially covering the internal os. This type means complete effacement also happen. Then only 3 cm is covering. Then if there is no bleeding, baby's condition is stable, mother condition is stable, normal delivery also possible. Marginal placenta previa means this is marginal placenta previa. Marginal placenta previa means the placenta is implanted 3 cm above the internal os, but just margin to the internal os അടുത്ത് തന്നെയാണ്, പക്ഷേ ഇത് 3 cm അകലെയാണ് internal osന്. ഇതിനെയാണ് മാർജിനൽ പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. ലോ ലയിങ് പ്ലാസൻ്റ പ്രീവിയ മീൻസ് ഇസ് ലോ ലയിങ് ആണ്, അത് ഇൻറ്റേർണൽ ഓസിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല, കവർ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ അൾട്രാസൗണ്ടിൽ ലോ ലയിങ് പ്ലാസൻ്റ ആണെങ്കിൽ നീഡ് ഫർദർ ഫർദർ അൾട്രാസൗണ്ട് ടു കൺഫേം. മീൻസ് യൂട്രസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതനുസരിച്ച് പ്ലാസൻ്റ താഴേക്ക് ഇൻറ്റേർണൽ ഓസിൻ്റെ അങ്ങോട്ടാണോ ഗ്രോ ചെയ്യുന്നത് അതോ നേരെ മുകളിലേക്കാണോ ഗ്രോ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വേണം. ഇതാണ് പ്ലാസൻ്റ പ്രീവിയയുടെ ടൈപ്സ്. Assessment, sudden onset of, the assessment is important, sudden onset of painless bright red vaginal bleeding. This is the assessment. Sudden onset of painless ആണ് bright red vaginal bleeding occur in the last half of pregnancy. That means after 5 months usually, last half of pregnancy. Here this is very important because abrupto placenta, vasa previa and placenta previa, there is a how these 3 conditions we can differentiate only because of assessment, only based on the assessmental placenta previakum placental abruptionum vasa previakum വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ആണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ പ്ലാസൻ്റ പ്രീവിയയുടെ അസസ്മെൻറ്റ് വളരെ ബൈഹാർട്ട് നമ്മൾ ചെയ്തു വെക്കണം. സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻലെസ് ആണ്. പെയിൻലെസ് മീൻസ് പെയിൻ ഇല്ല, കാരണം ഒരിടത്തുനിന്നും ഡിറ്റാച്ച് ചെയ്ത് വരുന്നതല്ല, ഇത് ജസ്റ്റ് ഓവർലാപ്പിങ് ചെയ്യുന്നത് കൊണ്ടാണ് പെയിൻലെസ്. ബ്രൈറ്റ് റെഡ്, ദാറ്റ് മീൻസ് ഫ്രഷ് ബ്ലഡ് ആണ്, നേരത്തെ ബ്ലീഡ് ചെയ്ത ഓൾഡ് ബ്ലഡ് അല്ല. ബ്രൈറ്റ് റെഡ് ആണ്. ലാസ്റ്റ് ഹാഫ് ഓഫ് പ്രഗ്നൻസി ആണ്, അന്നേരമാണ് യൂട്രസ് ഡിസ്റ്റൻ്റ് ആകുന്നത്. ആ സമയത്താണ് ഈ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്രസ് ഇസ് സോഫ്റ്റ് ആണ്, റിലാക്സ്ഡ് ആണ്, നോൺ ടെൻഡർ ആണ്. ദർ ഇസ് നോ, ഇങ്ങനെ സ്പെസിഫിക് പറയുമ്പം പ്ലാസൻ്റൽ അബ്രപ്ഷനൊക്കെ ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിരിക്കണം അസസ്മെൻ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. Intervention, monitor the client's vital sign, fetal heart rate and fetal activity. For any condition, antenatal condition, need to observe the mother vital signs and fetal vital signs. Mother vital signs need to observe first, because if mother vital signs has any issue, it will directly affect the fetal vital signs. That's why mother
and baby and fetal activities. Prepare for ultrasound to confirm the diagnosis. Vaginal examination or other any stimulating examination has to avoid because ഇത് വീണ്ടും ഫർദർ ബ്ലീഡിങ്ങിന് കാരണമാകും. മെയിൻറ്റെയിൻ ബെഡ് റെസ്റ്റ് ഇൻ എ സൈഡ് ലൈൻ പൊസിഷൻ. ബെഡ് റെസ്റ്റ് സൈഡ് ലൈൻ പൊസിഷനിൽ തന്നെ കൊടുക്കണം. കാരണം ഇത് ലാസ്റ്റ് ട്രിമസ്റ്ററിലായതുകൊണ്ട് തന്നെ സുപ്പൈൻ വീനേക്കാവ, ദാറ്റ് മീൻസ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ, ഇൻഫീരിയർ വീനേക്കാവ കംപ്രസ് ചെയ്തുണ്ടാകുന്ന സുപ്പൈൻ ഹൈപ്പോടെൻഷൻ ബിക്കോസ് ഓഫ് ദിസ് ഗ്രാവിഡ് യൂട്രസ് കാരണം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൈഡ് ലൈൻ പൊസിഷനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാവൂ. മോണിറ്റർ എമൗണ്ട് ബ്ലീഡിങ് ഹാസ് ടു മോണിറ്റർ ആൻഡ് മെഷർ എവറിഥിങ്, ദെൻ ഓൺലി ഇഫ് നീഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്യാൻ ഗിവ്. നെക്സ്റ്റ്, അഡ്മിനിസ്റ്റർ IV fluid, blood product, tocolytic medications. IV fluid to prevent hypovolemia because there is bleeding, blood product also the same intention, and tocolytic medication. Tocolytic medication, the function is to inhibit the uterine contraction. If in last trimester or near delivery there will be mild contraction or during labor there will be contraction, this contraction will induce the bleeding, to induce further bleeding. That's why tocolytic medication has to administer to stop the contraction, thereby stop the bleeding. RH-D immunoglobulin ROGAM or anti-D has to give to the mother if mother is RH negative. If mother RH negative, baby we do not know RH positive or negative means, but husband is positive, then need to give anti-D immunoglobulin to prevent the RH isoimmunization or RH incompatibility. ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് RH ഇൻകോമ്പാക്റ്റബിലിറ്റി ഇങ്ങനെയുള്ള അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ബ്ലീഡിങ് ഇസ് ഹെവി, cesarean delivery may be performed. If heavy bleeding, no need to wait because it might cause very serious effect on the baby and mother. That's why cesarean section has to be performed. Complete placenta previa, there is no other option, only cesarean section because the normal delivery is impossible. Vaginal examination and other examinations are contraindicated because it induces bleeding. These are the interventions of placenta previa. The placenta previa means improperly implant the placenta near or over the internal os. That means there are types: complete placenta previa, partial, marginal, low-lying placenta previa. The assessment is bright red painless vaginal bleeding usually happen after 5th month, usually less the second half of the pregnancy. Uterus is relaxed, soft and non-tender. Then intervention already we discussed.